നെഞ്ചുപൊട്ടി മുണ്ടത്തിക്കോട് രാത്രിയും വൈകിയും ഉറങ്ങാതെ പ്രദേശവാസികൾ ചുറ്റും കത്തിക്കരിഞ്ഞ വസ്തുക്കളുടെ കൂമ്പാരങ്ങൾ. ആനയിടിഞ്ഞതിനു ശേഷം ആളുകളും ആരവും ഒഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു രാത്രിയായപ്പോൾ മുണ്ടത്തിക്കോട് കുട്ടംകുളം പാടശേഖരവും പരിസര പ്രദേശങ്ങളും. മണിക്കൂറുകൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചതിന്റെ നടുക്കം നാട്ടുകാരെയൊന്നും വിട്ടുമാറിയിട്ടില്ല. പാടശേഖരത്തിന്റെ ഒരറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഫയർ എഞ്ചിൻ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പാടശേഖരത്ത് കൂരിട്ടാണെങ്കിലും ദുരന്തമുണ്ടായ ഭാഗത്തേക്കുള്ള വഴി നിറയെ വെളിച്ചം. പാടശേഖരത്തിന്റെ ഏറെക്കുറെ മധ്യത്തായി ഒരു തുരുത്തു പോലെയുള്ള സ്ഥലത്താണ് തിരുവമ്പാടി ഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. തെങ്ങും മറ്റു മരങ്ങളും നിറഞ്ഞ സ്ഥലത്ത് 5ഇടത്തായി നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളിലാണ് സ്ഫോടന സാമഗ്രികൾ തയ്യാറാക്കിയിരുന്നതും സൂക്ഷിച്ചിരുന്നതുമൊക്കെ. ഇവിടെ തയ്യാറാക്കി തൃശൂർ പൂരസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ആ ഷെഡുകളിൽ ഒരെണ്ണത്തിന്റെ മൺകട്ട കൊണ്ടുള്ള ഭിത്തി മാത്രമാണ് അവിടെ ശേഷിക്കുന്നത്. ചുറ്റും കത്തിക്കരിഞ്ഞ വസ്തുക്കളുടെ കൂമ്പാരങ്ങൾ മാത്രം. വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇരിക്കാൻ കഴിയാതെ തിരിച്ചു വന്നതാണ്. ഇതാ ഇവിടെയൊക്കെയും ശരീരഭാഗങ്ങൾ തെറിച്ചു വീണിരിക്കുന്നു. സ്ഫോടനം നടന്നതിന്റെ 200 മീറ്റർ അകലെ ഞങ്ങൾ നിന്ന സ്ഥലം ചൂണ്ടിക്കാട്ടി രാഹുലും നിഖിലും പറഞ്ഞു. ദുരന്ത സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് ഇരുവരുടെയും വീട്. ഭൂകമ്പമാണെന്നാണ് ആദ്യം തോന്നിയത്. വലിയ എന്തോ മുഴക്കം പോലെ വീടെല്ലാം കുലുങ്ങുന്നത് പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞ് തുടരെ പൊട്ടിത്തെറികൾ കേട്ടു. അപ്പോൾ തന്നെ ഇവിടേക്ക് എത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചും ഇരുവരും പറയുന്നു. അവിടെ നിന്ന് പുതുതായി സ്ഥാപിച്ച വലിയ ടൈലുകൾ തെളിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ 6 പോലീസുകാർ വട്ടമിട്ടിരുന്നു. എല്ലാവർക്കും രാത്രി ഡ്യൂട്ടി ആ പാടശേഖരത്താണ്. അവിടെ നിന്ന് 50 മീറ്റർ ദൂരമുള്ള ദുരന്ത സ്ഥലത്തേക്ക് ആളുകളെ കടത്തിവിടാതിരിക്കാൻ പോലീസ് കാവലുണ്ട്. തൃശൂർ AR ക്യാമ്പിൽ നിന്നുള്ള 50ഓളം പോലീസുകാരാണ് രാത്രി അവിടെ കാവലിന്. ഇനി കുറെ ദിവസം ഇവിടെ തന്നെ ആയിരിക്കും ഡ്യൂട്ടി. അവിടെയാണ് ആദ്യം പൊട്ടിയത്. പിന്നീട് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പടരുകയായിരുന്നു. ഫയർഫോഴ്സ് വന്ന് തീ അണച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടെ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. വൈകിട്ട് 7:30 പോലും പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു, ശേഷിക്കുന്ന താൽക്കാലിക ഷെഡിന്റെ തൊട്ടടുത്ത് നിറയെ വെള്ളമുള്ള വലിയൊരു കുഴിയുണ്ട്. മൃതദേഹങ്ങൾ അതിൽ മുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഡൈവിംഗ് ടീം അതിൽ മുങ്ങി തപ്പുകയായിരുന്നുവെന്നും പോലീസുകാർ വിശദീകരിച്ചു. ഈ പാടശേഖരത്തിൽ തന്നെയാണ് കുറെ കാലമായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണം നടക്കുന്നത്. നാട്ടുകാരുടെ ഓർമ്മയിൽ ആദ്യമായാണ് ഇത്തരമൊരു ദുരന്തം ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ലൈസൻസ് എടുത്തിരിക്കുന്നത് മുണ്ടത്തിക്കോട് സതീഷിനാണ്. അവിടെ ജോലി ചെയ്യുന്ന ബാക്കിയുള്ള ചിലരെ ഇടയ്ക്കിടെ കാണാറുണ്ട്. പാടശേഖരത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ മുറ്റത്ത് വട്ടം കൂടിയിരുന്നവരിൽ ഒരാളായ പ്രശാന്ത് പറഞ്ഞു, അവിടെയുള്ളവരാരും ആ വീട്ടുകാരല്ല, ദുരന്തമറിഞ്ഞെത്തിയ സമീപ നാടുകളിൽ നിന്നുള്ളവരാണ്. സ്ഫോടനത്തിൽ ജനാല ചില്ലുകൾ മുഴുവൻ തകർന്ന വീട്ടിൽ താമസിക്കാൻ പറ്റാതായതോടെ വീട്ടുകാർ വീടും പൂട്ടി തൽക്കാലത്തേക്ക് താമസം മാറിയിരുന്നു. രാത്രി ഏറെ വൈകിയും ദുരന്ത സ്ഥലത്തേക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്നും മറ്റു നാട്ടുകാർ എത്തുന്നുണ്ട്. രാത്രി ആയതോടെ പരിശോധന നിർത്തിവെച്ചു. സുരക്ഷിതമല്ലാത്തതുകൊണ്ട് രാവിലെ വീണ്ടും പരിശോധന തുടങ്ങി. ചിതറിപ്പോയ ശരീരഭാഗങ്ങളും മറ്റും ശേഖരിക്കേണ്ടതുണ്ട്. ദുരന്ത സ്ഥലത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാർ പറയുന്നു, ദുരന്തമുണ്ടായ പാടശേഖരത്തിന്റെ ചുറ്റുമുള്ള വീടുകളുടെ ജനാലകളാണ് തകർന്നതിൽ കൂടുതലും. വീടുകൾക്ക് മറ്റെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ കൂടുതൽ പരിശോധനകൾ വേണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ദുരന്തമുണ്ടായ പാടശേഖരത്തിന് 5 കിലോമീറ്റർ അപ്പുറത്താണ് തൃശൂർ മെഡിക്കൽ കോളേജ്. രാത്രി 12 മണി കഴിഞ്ഞിട്ടും 100ഓളം പേരെങ്കിലും അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. മന്ത്രി വീണ ജോർജ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ രാത്രി വൈകിയും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയും കൂടി നിൽക്കുന്നവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിനിടെ സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. അരമണിക്കൂറിലേറെ ആശുപത്രി ചെലവഴിച്ച് സുരേഷ് ഗോപി ഡോക്ടർമാരും ജില്ലാ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന മന്ത്രിമാരും KC വേണുഗോപാൽ MPയും അടക്കമുള്ളവർ നേരത്തെ ആശുപത്രിയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷമാണ് KC വേണുഗോപാൽ ആശുപത്രിയിലെത്തിയത്. ഓരോ ആംബുലൻസ് അത്യാഹിത ഭാഗത്തിലേക്ക് വരുമ്പോഴും ദുരന്ത സ്ഥലത്ത് നിന്നാണോ എന്ന ആകാംക്ഷയോടെയാണ് ജനങ്ങൾ കൂടി നിന്നത്. നിലവിൽ 14 പേർ മരിച്ചു എന്നാണ് കണക്ക്. ഇതിൽ 7 മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിയാവുന്ന വിധത്തിൽ ബാക്കിയായത്. ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ ആരുടേതൊക്കെയെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാത്ത ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. മുണ്ടത്തിക്കോട് സതീഷ് ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലുള്ള 5 പേരിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. പൊള്ളലേറ്റും മറ്റ് ചികിത്സ തേടിയ ഡസൻ കണക്കിനും. മുണ്ടത്തിക്കോടിന്റെ മുറിവുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് വരും ദിവസങ്ങളിലെ പരിശോധനയിൽ കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ.